കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബോൺസായി എന്ന കവിതയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ബോൺസായി എന്ന് പറഞ്ഞാൽ വലിയ മരങ്ങളെ ഒരു ചെടിച്ചട്ടിയിൽ ഒതുങ്ങുന്ന രൂപത്തിൽ വളർച്ച നിയന്ത്രിച്ച് വളർത്തുന്ന ഒരു രീതിയാണ്. അങ്ങനെ വളർത്തുന്ന ചെടികളെയും ബോൺസായി എന്ന് പറയാറുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ബോൺസായി എന്നൊരു കവിതയാണ്. ഇത് എഴുതിയിട്ടുള്ളത് സുധാ ഉപാധ്യായാണ്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം. തുമ്നെ ആംഗൻ സെ ഖോദ്കർ മുझे ലഗാ ദിയാ സുന്ദർ ഗംലേ മേ. നീ മുറ്റത്ത് നിന്ന് എന്നെ കുഴിച്ചെടുത്ത് നല്ല ഭംഗിയുള്ള ഒരു ചെടിച്ചട്ടിയിൽ വച്ചു. ഫിർ സജാ ലിയാ ഘർ കെ ഡ്രോയിങ് റൂം മേ. എന്നിട്ട് എന്നെ ഒരു അലങ്കാര വസ്തു ആക്കി നിന്റെ വീടിൻ്റെ ഡ്രോയിങ് റൂം അല്ലെങ്കിൽ ഹാളിൽ വച്ചു. ഹർ ആനെ ജാനെ വാല ബഡി ഹസ്രത് സെ ദേഖ്താ ഹൈ और धीरे धीरे मैं ബോൺസായി മേ തബ്ദീൽ ഹോ ഗയി. വന്നു പോകുന്ന എല്ലാവരും വലിയ കൗതുകത്തോടെ എന്നെ നോക്കി. എന്നിട്ട് പതുക്കെ പതുക്കെ ഞാൻ ബോൺസായി ആയി മാറി. മൗസം ने फिर करवट ली, मुझ में लगे फल फूल ने तुम्हें फिर डराया. സീസൺ വീണ്ടും മാറി. ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പൂക്കളും കായകളും ഒക്കെ വളർച്ചയുടെ ഒരു ലക്ഷണമാണ്. ഈ ചെടി വളർത്തുന്ന ആൾ ഈ ചെടിയുടെ വളർച്ചയെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പൂക്കളും കായകളൊക്കെ അയാളെ പേടിപ്പിച്ചു എന്ന് പറയുന്നത്. അബ് കി തുമ്നെ മുझे ഉഖാഡ് ഫേക്കാ ഘൂരേ മേ. നീ എൻ്റെ പൂക്കളും കായൊക്കെ കണ്ടിട്ട് എന്നെ ഡസ്റ്റ്ബിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. आओ देख कर जाओ यहाँ मेरी जड़ें और फैल गई हैं. വാ വന്ന് നോക്കിയിട്ട് പോ, ഈ ഡസ്റ്റ്ബിന്നിലും എൻ്റെ വേരുകൾ പടർന്നു കഴിഞ്ഞു. അതായത് എന്നെ വലിച്ചെറിഞ്ഞിട്ടും അവിടെയും ഞാൻ വളർന്നു. എൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മറികടന്ന് ഞാൻ അവിടെയും വളർന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയൊരു കവിതയാണ്. ഈ ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. സ്നേഹപൂർവ്വം മാളവിക.